ബിസ്മില്ലാഹിർ അൽഹംദുലില്ലാ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീം വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാറക്ത അലാ ഇബ്രാഹീം വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അമ്മാ ബഅദു ഫഇന്ന ഖൈറൽ കലാമി കലാമുല്ലാഹ് وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സൂറത്തുൽ അംബിയ 7-ാമത്തെ ആയത്ത് മുതലാണ് ഇനി നമുക്ക് എടുക്കാനുള്ളത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وما أرسلنا قبلك إلا رجالا نوحي إليهم فاسألوا أهل الذكر إن كنتم لا تعلمون. وما جعلناهم جسدا لا يأكلون الطعام وما كانوا خالدين. ثم صدقناهم الوعد فأنجيناهم ومن نشاء وأهلكنا المسرفين. കഴിഞ്ഞ ആയത്തുകളിൽ പ്രവാചകർക്കെതിരെ മക്കക്കാർ നിരത്തിയ ആരോപണങ്ങൾ, വിമർശനങ്ങളാണ് അല്ലാഹു തആല വിശദീകരിച്ചത്. വ്യത്യസ്തമായ ആക്ഷേപങ്ങൾ അവർ പറയുമായിരുന്നു എന്ന് പറഞ്ഞു. ചില ദുസ്വപ്നങ്ങളാണ് എന്നവർ പറയുമായിരുന്നു, പേക്കിനാവുകളാണെന്ന് പറയുമായിരുന്നു. പ്രവാചകൻ സ്വന്തമായി കിട്ടിയുണ്ടാക്കിയതാണ്, അതേപോലെ കവിയാണ്. അതുപോലെ വ്യത്യസ്തമായ ആക്ഷേപങ്ങൾ അവർ പ്രവാചകർക്കെതിരെ പറഞ്ഞു. ഇതൊന്നുമല്ല എന്നാണെങ്കിൽ മുൻകാല പ്രവാചകന്മാരൊക്കെ കാണിച്ചതുപോലെയുള്ള പല ദൃഷ്ടാന്തങ്ങളുമായി ഇദ്ദേഹം വരട്ടെ എന്നവർ വെല്ലുവിളിക്കുകയും ചെയ്തു. അത് അല്ലാഹു തആല നൽകിയ മറുപടി, മുമ്പ് നശിപ്പിച്ച ഏതൊക്കെ സമൂഹമുണ്ടോ അവരാരും ആ ദൃഷ്ടാന്തങ്ങൾ കണ്ടപ്പോൾ വിശ്വസിച്ചിട്ടില്ല, എന്നിരിക്കെ പിന്നെ ഇവരാണോ വിശ്വസിക്കാൻ പോകുന്നത് എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല മറുപടിയും പറഞ്ഞു. ഇനി ഈ വിമർശനങ്ങൾക്ക് പൊതുവായി മൊത്തത്തിൽ അല്ലാഹു തആല നൽകുന്ന മറുപടിയാണ് ഇനിയുള്ള ആയത്തുകൾ. വമാ അർസൽനാ ഖബ്ലക ഇല്ലാ റിജാലൻ നൂഹി ഇലൈഹിം ഫസ്അലു അഹ്ലൽ ദിക്ർ ഇൻ കുൻതും ലാ തഅലമൂൻ. വമാ അർസൽനാ, നാം അയച്ചിട്ടില്ല, ഖബ്ലക നബിയെ താങ്കൾക്ക് മുമ്പ്, ഇല്ലാ റിജാലൻ ആളുകളെയല്ലാതെ, പുരുഷന്മാരല്ലാതെ അല്ലെങ്കിൽ മനുഷ്യന്മാരല്ലാതെ നാം അയച്ചിട്ടില്ല, നൂഹി ഇലൈഹിം അവർക്ക് നാം വഹി നൽകാറുണ്ട്. മുമ്പ് വന്ന പ്രവാചകന്മാരൊക്കെ മനുഷ്യന്മാർ തന്നെയായിരുന്നു, അല്ലാതെ ഈ നബി മാത്രം മനുഷ്യനും അതിന് മുമ്പത്തെല്ലാം മലക്കുകളും അല്ലെങ്കിൽ പ്രത്യേകമായി മറ്റേതെങ്കിലും ജീവികളും അതൊന്നും ആയിരുന്നില്ല. മുമ്പ് വന്ന എല്ലാ റസൂലുമാരും മനുഷ്യന്മാർ തന്നെ. ഇവിടെ റിജാൽ ഉദ്ദേശിച്ചത് ബഷർ എന്നർത്ഥമാണ്, മനുഷ്യരാണെന്നാണ്. താങ്കൾക്ക് മുമ്പ് നാം അയച്ച പ്രവാചകന്മാരെല്ലാം മനുഷ്യർ തന്നെയായിരുന്നു. ഇബ്നു കസീർ റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, ഐ ജമീഉർ റുസുലി അല്ലദീന തഖദ്ദമു കാനൂ റിജാലൻ മിനൽ ബഷർ. കഴിഞ്ഞുപോയ എല്ലാ പ്രവാചകന്മാരും മനുഷ്യന്മാരിൽപ്പെട്ട പുരുഷന്മാരായിരുന്നു അവരൊക്കെ. സുമ്മ ലം യകുൻ ഫീഹിം അഹദും മിനൽ മലായിക.
അതിൽ ഒരാളും മലക്കളിൽ നിന്ന് ഉണ്ടായിട്ടില്ല. ഒരു മലക്കൊരിക്കലും റസൂലായി മനുഷ്യന്മാർക്കിടയിലേക്ക് ഇവിടെ വന്നിട്ടില്ല. ഇവിടെ മനുഷ്യന്മാരിലേക്ക് ദൂതനായി പ്രവാചകന്മാരായി അള്ളാഹു നിയോഗിച്ചതെല്ലാം മനുഷ്യരെ തന്നെയാണ്. വിശുദ്ധ ഖുർആൻ വ്യത്യസ്ത സ്ഥലത്ത് അത് പറഞ്ഞു. സൂറത്ത് യൂസുഫിൽ കാണാം, വമാ അർസൽനാ മിൻ ഖബ്ലിക ഇല്ലാ റിജാലൻ നൂഹി ഇലൈഹിം മിൻ അഹ്ലിൽ ഖുറാ. ആ നാട്ടുകാരായ ആളുകൾക്കല്ലാതെ നാം വഹയി കൊടുത്ത പ്രവാചകന്മാരായി നിയോഗിച്ചിട്ടില്ല. ഓരോ നാട്ടിലേക്ക് വന്ന ആ നാട്ടുകാരായ ആ ഭാഷ സംസാരിക്കുന്ന പ്രവാചകന്മാരെ അല്ലാഹു തആല അയച്ചത്. അതുപോലെ നബിയോടും അല്ലാഹു തആല പറയാൻ പറഞ്ഞു, ഖുൽ മാ കുന്തു ബിദ്അൻ മിനർ റുസുൽ. സൂറത്ത് അഹ്ഖാഫിൽ കാണാം, ഖുൽ മാ കുന്തു ബിദ്അൻ മിനർ റുസുൽ. പറയുക പ്രവാചകരെ, ഞാൻ റസൂലുമാരെ കൂട്ടത്തിൽ ബിദ്അല്ല, പുതിയ രീതിയൊന്നുമല്ല, ഇതുവരെ വരാത്ത ഒരു പുത്തൻ രീതിയിൽ വന്ന നബിയൊന്നുമല്ല എന്ന് നബിയെ താങ്കൾ അവരോട് പറയുക എന്ന് റബ്ബ് പറയുന്നുണ്ട്. എന്നാൽ എല്ലാ കാലത്തും പ്രവാചകന്മാർ വന്നപ്പോൾ ആ നാട്ടുകാർ ഇതേ വിമർശനങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. മുൻകാല പ്രവാചകന്മാരെ കുറിച്ചും പറഞ്ഞു, ഇത് എന്ത് നബിയാണ്, അങ്ങാടി കടക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു എന്ന്. മുഹമ്മദ് നബിയെക്കുറിച്ച് മാത്രമല്ല, കഴിഞ്ഞു പോയ എല്ലാ പ്രവാചകന്മാരെക്കുറിച്ചും ആ വിമർശനം ഉണ്ടായിട്ടുണ്ട്. ആ ബശറുൻ യഹ്ദൂനന, ഒരു മനുഷ്യനാണോ നമുക്ക് ഇതാ വഴി കാണിക്കുന്നത് എന്നവർ പരിഹാസ്യമായി ചോദിച്ചിട്ടുണ്ട്. നമ്മളെ പോലുള്ള മനുഷ്യരാണോ അപ്പോൾ നമുക്ക് വഴി കാണിക്കാൻ വന്നിരിക്കുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ അള്ളാഹു വ്യത്യസ്ത സ്ഥലങ്ങളിൽ മറുപടികളും പറഞ്ഞു. ഇവിടെയും അതാണ്, വമാ അർസൽനാ ഖബ്ലക ഇല്ലാ റിജാലൻ, താങ്കൾക്ക് മുമ്പ് മനുഷ്യരെയല്ലാതെ നാം റസൂലുമാരായി നിയോഗിച്ചിട്ടില്ല. നൂഹി ഇലൈഹിം, അവർക്ക് നാം വഹി നൽകുന്നു. ഫസ്അലു അഹ്ല ദിക്ർ ഇൻ കുൻതും ലാ തഅലമൂൻ. ഫസ്അലു, അവർ നിങ്ങൾ ചോദിച്ചുകൊള്ളുക, അഹ്ല ദിക്ർ, അറിവുള്ളവരോട്, അഹ്ലൽ ഇൽമി എന്നർത്ഥം, ഇൽമുള്ള അറിവുള്ള ആളോട് നിങ്ങൾ ചോദിക്കുക. ഇൻ കുൻതും ലാ തഅലമൂൻ, നിങ്ങൾക്ക് അറിയുകയില്ല എങ്കിൽ, നിങ്ങൾ അറിയാത്തവരാണ് എങ്കിൽ നിങ്ങൾ അറിവുള്ളവരോട് ചോദിച്ചു കൊള്ളുക. യഹൂദികളായ പണ്ഡിതന്മാരുണ്ട്, നസ്വാറാക്കളായ പണ്ഡിതന്മാരുണ്ട്, അതേപോലെ ഈ വക അറിവുള്ള ആളുകളുണ്ട്. അവരോടൊക്കെ ഒന്ന് ചോദിച്ചു നോക്കുക, എന്താണ് കഴിഞ്ഞകാല പ്രവാചകന്മാരുടെ അവസ്ഥ, അന്നൊക്കെ മനുഷ്യന്മാരായിരുന്നുവോ അതല്ല അന്നൊക്കെ മലക്കളായിരുന്നുവോ എന്നൊക്കെ ഒന്ന് ചോദിച്ചു നോക്കൂ. അല്ലാതെ വെറുതെ വിമർശനം ഉന്നയിക്കല്ല വേണ്ടത് എന്നാണ്. അപ്പോൾ അവർ നബിയെ തള്ളാനുള്ള ഒരു കാരണം പറഞ്ഞതാണ്, ഹൽ ഹാദാ ഇല്ലാ ബശറുൻ മിസ്ലുക്കും. നമ്മൾ പറഞ്ഞു, നിങ്ങളെപ്പോലത്തെ മനുഷ്യനല്ലേ, എങ്ങനെയപ്പോൾ ഇയാളെ പിന്നാലെ കൂടാൻ? എങ്കിൽ കഴിഞ്ഞു പോയ എല്ലാ റസൂലുമാരും അവരെപ്പോലുള്ള മനുഷ്യന്മാർ തന്നെയായിരുന്നു. അതുകൊണ്ട് ആ മുൻകാല സമുദായങ്ങളൊക്കെ ഇവിടെ ഉണ്ടല്ലോ. തൗറാത്ത് പഠിച്ച ആളുകളുണ്ട്, ഇഞ്ചിലി പഠിച്ച ആളുകളുണ്ട്, വേദക്കാർ ഇവിടെ ഉണ്ട്. അവരോടൊക്കെ ഒന്ന് ചോദിച്ചു നോക്കൂ, എന്താണ് കഴിഞ്ഞകാല പ്രവാചകന്മാരുടെയൊക്കെ അവസ്ഥ എന്ന് ചോദിച്ചു നോക്കുക. ഇതാണ് ഈ ആയത്തിനാശയം. ഇനി ഈ പറഞ്ഞ ഭാഗം പൊതുവായും എടുക്കാം. ഇത് ഈ വിഷയത്തിലാണെങ്കിലും പൊതുവായും ഫസ്അലു അഹ്ല ദിക്രി ഫസ്അലു അഹ്ല ദിക്രി ഇൻ കുൻതും ലാ തഅലമൂൻ എന്നത് പൊതുവായി പണ്ഡിതന്മാരൊക്കെ സ്വീകരിച്ചു പോന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പശ്ചാത്തലവും അന്നത്തെ സാഹചര്യവും അതാണെങ്കിലും ഖിയാമത്ത് വരെയുള്ള ആയത്ത് നിലയ്ക്ക് ദീനിൻ്റെ ഏത് വിഷയത്തിലും നമുക്ക് അറിവില്ല എങ്കിൽ അറിവുള്ളവരോട് ചോദിക്കുക. ഫസ്അലു അഹ്ല ദിക്ർ, അതൊരു പൊതുവായ ഉപദേശം കൂടിയാണ്. ദിക്ർ ഉദ്ദേശം ഇൽമാണ്. അറിവുള്ളവരോട്, ഇൽമുള്ളവരോട് നിങ്ങൾ ചോദിക്കുക. ഇൻ കുൻതും ലാ തഅലമൂൻ, നിങ്ങൾ അറിവില്ലാത്തവരാണെങ്കിൽ. അപ്പം എല്ലാം നമുക്ക് അറിഞ്ഞോളണം എന്നില്ല. എല്ലാ സംഗതികളും എല്ലാ വിജ്ഞാനവും നമുക്ക് തന്നെ ഉണ്ടാവുകയില്ല. അതുകൊണ്ട് അറിവില്ലാത്തവർ അറിവുള്ളവരോട് ചോദിക്കുക എന്നതാണ് ബാധ്യത. അത് ഈ ആയത്ത് പൊതുവായി നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അറിയാത്ത കാര്യം നമ്മൾ അറിയാതെ പറയാൻ പാടില്ല. അല്ലെങ്കിൽ മതത്തിൻ്റെ പേരിൽ എന്തെങ്കിലുമൊക്കെ അങ്ങനെ ഊഹം വെച്ച് പറയാൻ പാടില്ല. നേരെ മറിച്ച് ആരാണോ ആ വിഷയത്തിൽ അറിവുള്ളവർ അവരോടാണ് നമ്മൾ ചോദിക്കേണ്ടത്. അപ്പോൾ സാധാരണക്കാർ, അഅമ്മത്തുന്നാസ് എന്ന് പറയുന്നവർ, അവരെക്കാൾ ഇൽമുള്ളവർ, അറിവുള്ളവർ, അവരെക്കാൾ ഇൽമുള്ളവർ, അങ്ങനെ തനിക്ക് ആരിലേക്കാണോ മടങ്ങേണ്ടത് അവരോട് ചോദിക്കുകയാണ് വേണ്ടത് എന്നാണ്. അതുകൊണ്ടാണ് സാധാരണക്കാരാണെങ്കിൽ പോലും അവർ തങ്ങളെക്കാൾ അറിവുള്ള ആളുകളെ കണ്ടെത്തി അവിടെ ചോദിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയാണ് വേണ്ടത് എന്നാണ്. അല്ലാതെ അവർ ഫത്വ കൊടുക്കാനും അവർ മതം കൈകാര്യം ചെയ്യാനും അവരുടെ സ്വന്തമായി ചാടിക്കയറി എന്തിനും ഉത്തരം പറയാനും ഒന്നും പാടില്ല. കൃത്യമായി ബോധ്യമുള്ളത് പറയാം. അതല്ലെങ്കിൽ ആരാണോ അറിവുള്ളവർ അവരോട് ചോദിക്കുകയാണ് വേണ്ടത് എന്ന പൊതു മര്യാദ കൂടി അല്ലാത്ത രീതിയിൽ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. മാത്രവുമല്ല, വമാ ജഅൽനാഹും ജസദാ ലാ യഅകുലൂന അത്'ആമ വമാ കാനൂ ഖാലിദീൻ.
വമാ ജഅൽനാഹും, അവരെയൊന്നും നാം ആക്കിയിട്ടുമില്ല, കഴിഞ്ഞ കാല റസൂലുമാരെ പ്രവാചകന്മാരെ നാം ആക്കിയിട്ടുമില്ല. എന്താക്കിയിട്ടില്ല? ജസദൻ, ശരീരമാക്കിയിട്ടില്ല. ലാ യഅ്കുലുന തുആം, ഭക്ഷണം കഴിക്കാത്ത ശരീരമായിരുന്നില്ല അവർക്കൊന്നും. അവരൊക്കെ ഭക്ഷണം കഴിക്കുമായിരുന്നു അർത്ഥം. ഇവിടെ ആക്ഷേപം എന്താണ്? ഇതെന്ത് നബിയാണ്? യഅ്കുലു തുആം, ഭക്ഷണം കഴിക്കുന്നു. വയം ഷീഫിൽ അസ്വാഖ്, അങ്ങാടി നടക്കുന്നതാണല്ലോ. എന്നാൽ മുമ്പ് വന്ന എല്ലാ റസൂലുമാരും ഭക്ഷണം കഴിക്കുന്നവർ തന്നെയായിരുന്നു. ഭക്ഷണം കഴിക്കാത്ത നബി, ഭക്ഷണം കഴിക്കേണ്ട ആവശ്യമില്ലാത്ത നബി, അങ്ങനെ നബി ഉണ്ടായിട്ടില്ല. ഒരു നബി ആകണമെങ്കിൽ ഭക്ഷണം കഴിക്കാതെ വെക്കണം എന്നില്ല. അതൊക്കെ പിന്നെ ആളുകൾ ഇവിടെ ഉണ്ടാക്കിയതാണ്. അത് നബിയല്ല, അപ്പം അതൊക്കെ എന്തിനാ ഭക്ഷണം, അവർക്ക് എന്തിനാ മറ്റുള്ള സൗകര്യങ്ങൾ? അതല്ല, ഭക്ഷണ പാനീയങ്ങൾ തുടങ്ങിയ അടിസ്ഥാന ആവശ്യങ്ങൾ എല്ലാവർക്കും വേണം. എന്നും അങ്ങനെ തന്നെയാണ്. ഇന്നും അങ്ങനെ തന്നെ. ഒരു ഔലിയായി എന്നാൽ പിന്നെ അയാൾ ഭക്ഷണം കഴിക്കലില്ല, ഉണ്ടാതങ്ങ് ഉത്തർക്കുക, തിന്നാ ഉത്തർക്കുക, അപ്പോൾ ഔലിയായി എന്നറിയും. ഇത് ആരും കാണാൻ സ്വകാര്യത്തിൽ പോയി തിന്നുക, അതാണ്. അതില്ല. അവർ നബിയാകാൻ, ഒരു വലിയാവാൻ ഭക്ഷണം കഴിക്കാതിരിക്കണം എന്നൊന്നുമില്ല. ഭക്ഷണം കഴിക്കാൻ പാടില്ല, കൂസ് പോകാൻ പാടില്ല, വെള്ളം കുടിക്കാൻ പാടില്ല, അങ്ങാടി കിടക്കാൻ പാടില്ല, അതൊന്നുമല്ല. നബി എന്ന് പറഞ്ഞ ഒരു മനുഷ്യൻ തന്നെയാണ്. മാനുഷികമായി ഉണ്ടാകുന്ന എല്ലാം നബിക്കും ഉണ്ടാകും. വിശപ്പുണ്ടാകും, ക്ഷീണമുണ്ടാകും, ദാഹം ഉണ്ടാകും, ഉറക്കുണ്ടാകും, മയക്കുണ്ടാകും, തളർച്ച ഉണ്ടാകും, രോഗം ഉണ്ടാകും, സന്തോഷം ഉണ്ടാകും, സന്താപം ഉണ്ടാകും, ദുഃഖം ഉണ്ടാകും, വേദന ഉണ്ടാകും. ഇതൊക്കെ മാനുഷികമായ വികാരങ്ങളാണ്. ഈ വികാരങ്ങളെല്ലാം ഉള്ള മനുഷ്യരെ തന്നെ അല്ലാഹു തആല ഏൽപ്പിക്കുന്നത്. അപ്പോഴാണ് മറ്റു മനുഷ്യന്മാർക്ക് മാതൃകയാക്കാൻ പറ്റുക. ഇതൊന്നും ഇല്ലാത്ത ആൾ നബിയായിട്ട് ഇവിടെ വന്ന് ഖുർആൻ പ്രകാരം ജീവിച്ച് കാണിച്ചു കൊടുത്താൽ അതിപ്പോൾ അയാൾക്ക് പറ്റും. അയാൾക്ക് ഭക്ഷണം വേണ്ട, വെള്ളവും വേണ്ട, ഒന്നുമില്ല. അതേപോലെ നമുക്ക് കഴിയുമോ എന്നാണ് വിചാരിക്കുക. ഇത് നമ്മളെപ്പോലെ പച്ച മനുഷ്യൻ ജീവിതത്തിലെ എല്ലാ വിചാരങ്ങളും ഉള്ള ഒരാൾ നബിയായി വരികയും എന്നിട്ട് പൂർണ്ണമായും മതം ജീവിതത്തിൽ പാലിച്ച് കാണിക്കുകയും ചെയ്യുമ്പോൾ ഇത് നമുക്കൊന്നും കഴിയാത്ത കാര്യമല്ല എന്ന് ബോധ്യപ്പെടുത്താൻ പറ്റും. അതുകൊണ്ടാണ് ഇബ്നു കസീർ റഹിമഹുല്ലാഹ് പറഞ്ഞത്, ഖദ് കാനു ബശറൻ മിനൽ ബശർ, അവരൊക്കെ മനുഷ്യർ തന്നെയായിരുന്നു. യഅ്കുലൂന വയസ്റബൂന, അവർ ഭക്ഷിക്കുമായിരുന്നു, കുടിക്കുമായിരുന്നു. മിസ്ലന്നാസ്, ജനങ്ങളെപ്പോലെ തന്നെ, മറ്റു മനുഷ്യന്മാരെ പോലെ തന്നെ അവർക്ക് ഭക്ഷണം വേണം, വെള്ളം വേണം. വയദ്ഖുലുന അസ്വാഖ ലിതകസ്സുബി വത്തിജാറതി, ജോലി ചെയ്യാൻ, കച്ചവടം ചെയ്യാനൊക്കെ വേണ്ടി അവർ അങ്ങാടികളിൽ വരുമായിരുന്നു. നബിമാരായ കച്ചവടം ചെയ്യേണ്ട, ഒരു ജോലി എടുക്കേണ്ട, അധ്വാനിക്കേണ്ട എന്നൊന്നുമില്ല. നബി ഇങ്ങനെ അകത്തിരിക്കുക, എല്ലാവരും അവിടെ പോയി പൈസ കൊടുക്കുക, അതല്ല. ഇന്നിപ്പോൾ അങ്ങനെ തന്നെയാണ്. വലിയ വലിയ ആളുകളായി കഴിഞ്ഞാൽ പിന്നെ ഒരു പണിക്കോണ്ട, ഒരു അധ്വാനിക്കേണ്ട, ഒരു പച്ചപ്പുറപ്പൂട്ട് അവിടെ ഇരുന്നാൽ മതി, എല്ലാവരും കാണാൻ വരിക, പൈസയും കൊടുത്ത് പോവുക. അങ്ങനത്തെ ഏർപ്പാടില്ല. പ്രവാചകന്മാരൊക്കെ അധ്വാനിച്ചവരാണ്. കഴിഞ്ഞു പോയ എല്ലാ പ്രവാചകന്മാരും അധ്വാനിച്ചവരാണ്. എന്ന് മാത്രമല്ല നബിതങ്ങളുടെ പ്രത്യേകത തന്നെ സ്വതക്ക ഭക്ഷിക്കലില്ല എന്നാണ്. സ്വതക്ക ഭക്ഷിക്കാറില്ല. സ്വതക്കയാണെന്ന് കൊടുത്താൽ നബിതങ്ങൾ നേരെ സ്വഹാബിയെ കൊടുക്കും, നബി കഴിക്കലില്ല. ഹദിയ മാത്രമേ സ്വീകരിക്കലുള്ളൂ. ഗിഫ്റ്റായി കൊടുക്കുന്നതാണ് നബിതങ്ങൾ സ്വീകരിക്കുക. ദാനമായി ധർമ്മമായി കിട്ടിയതൊന്നും സ്വീകരിക്കലില്ല. സക്കാത്ത് നബിക്ക് ഹലാലല്ല. സക്കാത്ത് അനുവദനീയമല്ല, ഹലാലല്ല. സക്കാത്ത് നമ്മൾ നബിക്കും പാടില്ല, നബി കുടുംബത്തിനും പാടില്ല എന്നാണ്. ഫൈനഹു ലാ യഹില്ലു ലി മുഹമ്മദിൻ വലാ ലി ആലി മുഹമ്മദിൻ മിൻഹാ ശൈ, നബി തങ്ങൾ പറഞ്ഞു, ആ സക്കാത്തിൻ്റെ ഒന്നും തന്നെ മുഹമ്മദ് നബിക്കോ മുഹമ്മദ് നബിയുടെ കുടുംബത്തിനോ ഹലാലല്ല എന്ന് പ്രത്യേകം. അപ്പം നബി കുടുംബത്തിന് സക്കാത്ത് പറ്റൂല. ഇന്നിപ്പോൾ തങ്ങന്മാരുന്ന ആളുകൾ സക്കാത്തും വാങ്ങും, എല്ലാം വാങ്ങും. അപ്പോൾ അവിടെ ഒന്നും നോക്കലില്ല. അപ്പം നബിതങ്ങൾക്കും നബി കുടുംബത്തിനും സക്കാത്ത് ഹലാലേ അല്ല. സ്വതക്ക നബിതങ്ങൾ ഭക്ഷിക്കാറുമില്ല. ആകെ നബി സ്വീകരിച്ച് ഭക്ഷിക്കാനുള്ളത് ഹദിയ മാത്രമാണ്. ഏതെങ്കിലും ഇഷ്ടപ്പെട്ട് കൊടുക്കുന്ന സമ്മാനങ്ങൾ, ഗിഫ്റ്റുകൾ, അത് മാത്രമേ കഴിക്കുള്ളൂ. അല്ലാതെ സ്വതക്കയായി നൽകുന്ന ഒന്നും നബി തങ്ങൾ ഭക്ഷിക്കില്ല. അങ്ങനെ വല്ലതും കിട്ടിയാൽ നബി വാങ്ങും, നേരെ സ്വഹാബിയാക്ക് നൽകുകയാണ് ചെയ്യുക. ഇതാണ് പ്രവാചകൻ്റെ രീതി. അല്ല ഞാൻ നബിയാണ്, നിങ്ങളൊക്കെ പാടെ എന്നെ തെറ്റിപ്പറ്റിക്കൊള്ളണം എന്നൊരു രീതി ഇല്ല. എല്ലാവരും പ്രവാചകൻ ആട് മേയ്ക്കാൻ പോയി, എല്ലാ നബിമാരും ആട് മേയ്ക്കാൻ പോയി. അതേപോലെ പല പ്രവാചകന്മാരും വ്യത്യസ്തമായ ജോലി ചെയ്തു. ദാവൂദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം കൊല്ലപ്പണിയെടുത്തിട്ടാണ് ആയുധമുണ്ടാക്കി, ഇരുമ്പിൻ്റെ ആയുധങ്ങൾ, കത്തി, അതേപോലെ ആയുധങ്ങൾ ഉണ്ടാക്കി വിറ്റിട്ടാണ് അദ്ദേഹം ജീവിച്ചതാണ്. ബൈത്തുൽ മാലിൽ അവർ ഭക്ഷിച്ചിട്ടില്ല. അതേപോലെ സക്കരിയ നബി അദ്ദേഹം ആശാരിപ്പണിയെടുത്ത് ജീവിച്ച ആളാണ്. ഇങ്ങനെ ഓരോ പ്രവാചകന്മാരും അധ്വാനിച്ച് ജീവിച്ചവരാണ്. അധ്വാനിക്കാതെ ജീവിക്കുക എന്നതില്ല. സ്വഹാബിമാർക്ക് അധ്വാനിച്ചവരാണ്, ഖലീഫമാർ അധ്വാനിച്ചവരാണ്. സിദ്ദീഖ് റളിയല്ലാഹു സാധാരണഗതിയിൽ ആടിന് കറക്കാൻ പോകും. ഓരോ വീട്ടിൽ പോയി അവിടുത്തെ ആടിനെ കറന്നു കൊടുത്ത് ആ ആടിന് തീറ്റ കൊടുത്ത് അതിന് കിട്ടുന്ന എന്തെങ്കിലും അവർ നൽകുന്ന വല്ല കൂലി, അതുകൊണ്ട് അദ്ദേഹം ജീവിച്ചിരുന്നത്. ഖലീഫയായപ്പോഴും ആ പണി തുടർന്നതാണ്. സിദ്ദീഖ് റളിയല്ലാഹു ഖലീഫയായി തിരഞ്ഞെടുത്തപ്പോഴും പിറ്റേന്ന് രാവിലെ ഉണ്ട് അദ്ദേഹം സാധാരണ പോലെ സുബഹിസ്കരിച്ചിട്ട് പണിക്കിറങ്ങുന്നുണ്ട്. അപ്പോൾ ഉമർ ഖത്താബ് ചോദിച്ചാൽ എവിടേക്കാണ് പോകണമെന്ന് ചോദിച്ചു. ഞാൻ പണിക്ക് പോവാണ്.
നിങ്ങൾ പഠിക്കുക ആരാ ഇവിടെ നാട് നോക്കി വെച്ചു. പക്ഷെ ഞാൻ പഠിക്കുന്ന എൻ്റെ കുട്ടികളെ നോക്കി വെച്ചു. ഇവിടെ ഇരുന്നിട്ടുണ്ടെങ്കിൽ കുട്ടികൾ തിന്നാൻ കൊടുക്കണ്ടേ? അതുകൊണ്ട് ഞാൻ അധ്വാനിക്കാൻ പറ്റില്ല. അപ്പോഴോ ഉമർ ഖത്താബ് പറഞ്ഞത് അത് ശരിയാവില്ല. ഭരണാധികാരി പോയി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ കാര്യങ്ങൾ നോക്കാൻ ആളുണ്ടാവില്ല. അതുകൊണ്ട് ഭരണാധികാരിക്ക് എന്തെങ്കിലും ഒരു ശമ്പളം നിശ്ചയിക്കാം, ഇവിടുത്തെ കാര്യങ്ങൾ നോക്കുന്നതിന് ഒരു ശമ്പളം. അങ്ങനെയാണ് ബൈത്തുൽ മാലുമായി കൂടി ആലോചിക്കുകയും ശമ്പളം നിശ്ചയിക്കുകയും ഒരു ജോഡി വസ്ത്രം കൊടുക്കാം, അന്നത്തെ ചെലവിന് ആവശ്യമായതും കൊടുക്കാം എന്ന് പറഞ്ഞത്. ആ വസ്ത്രം കീറിയ വസ്ത്രം അവിടെ കൊണ്ട് ഏൽപ്പിക്കാം, അപ്പോൾ പുതിയ വസ്ത്രം കിട്ടുന്നതാണ്. കീറിയ അവിടെ കൊണ്ടുപോയി കൊടുക്കുക, അപ്പോൾ കീറിന് ബോധ്യപ്പെട്ടാൽ പുതിയ ജോഡി അനുവദിക്കാം എന്ന സിസ്റ്റം അങ്ങനെയാണ് അവിടെ നടപ്പിൽ വരുന്നത്. ഉമർ ഖത്താബ് ആയപ്പോൾ അങ്ങനെ തന്നെയാണ്. ബൈത്തുൽ മാലിന് അവർക്ക് മെനു എടുക്കാൻ കൊടുത്തു. ഇന്ന ഫുഡേ കൊടുക്കാൻ പറ്റില്ല, എപ്പോഴും കൊടുക്കാൻ പാടില്ല. ഖലീഫ കൊടുക്കുന്ന ഭക്ഷണത്തിന് മെനു വരെ ഉണ്ട്, അതിൽ പെട്ടതേ കിട്ടുള്ളൂ. അല്ലാതെ ഖലീഫനെ വെച്ച് ഇഷ്ടമുള്ള എന്തും അവിടെ വാങ്ങാൻ പറ്റില്ല, എത്രയും പൈസ എടുക്കാൻ പറ്റില്ല. നിശ്ചയിക്കപ്പെട്ടൊരു ശമ്പളം ഉണ്ടാകും. ആ ശമ്പളം കാരണം ഈ വർക്കിൽ അവർ നിൽക്കണം. അങ്ങനെയാണ് അവരുടെ ഭാര്യ ഉമർ ഖത്താബിനെ പറയുന്നു, രണ്ട് രൂപത്തിലും പറയപ്പെടുന്നുണ്ട്. അവരാണ് ചെറിയൊരു പലഹാരം നിന്നാൻ ആഗ്രഹം പറയുകയും അങ്ങനെ അതിന് വകുപ്പില്ല എന്ന് പറഞ്ഞപ്പോഴാണ് ചെലവിന് കൊടുക്കുന്ന പൈസയിൽ നിന്ന് മെല്ലെ പിശുക്കി എടുത്തുവെക്കുന്നത്. ചെലവിന് സാധാരണ കൊടുക്കുന്നതിൽ നിന്ന് അവർ മെല്ലെ വെട്ടിച്ചുരുക്കിയിട്ട് പിശുക്കി കുറച്ച് എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ ചെറിയ സംഖ്യ ആയപ്പോൾ പറഞ്ഞു, ആ പൈസ ഞാൻ തരാം, ഇതോട് പോയിട്ട് നിങ്ങൾ വാങ്ങിക്കൊണ്ടിരണം. അപ്പോൾ ഇത് ഇവിടുന്ന് കിട്ടി വെച്ചു. അല്ല, നിങ്ങൾ എനിക്കിങ്ങനെ സാധനം എടുക്ക്, നമ്മുടെ ഭാഷയിൽ പറയാൻ മത്സ്യം വാങ്ങാനും അതേപോലെ പച്ചക്കറി അങ്ങനെ നമ്മൾ കൊടുക്കുമല്ലോ വരിയിൽ, അങ്ങനെ തന്നതിൽ നിന്നിങ്ങനെ എടുത്തതാണ്. അപ്പോൾ നമുക്ക് ചെലവ് ഇത്ര ആവശ്യമില്ലല്ലേ, ഞാൻ തരുന്ന കുറച്ച് അധികം മനസ്സിലായി, ഈ പൈസ പൈസമാക്കി തിരിച്ചടക്കാം എന്ന് ഇവിടുന്ന് കൊണ്ടിട്ട് അവിടെ അടക്കുകയാണ്. ഇതാണ് അവർ കാണിച്ചൊരു മാതൃക. അല്ലാതെ ഞാനൊരു നബിയാണ്, വലിയാണ്, ഇനിയെ ഒടുക്കും പോവില്ല, അവിടെ കുത്തിറക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും അവിടെ വന്നിട്ട് ഇങ്ങനെ പൈസ കൊടുത്ത് പോകുക എന്ന ഏർപ്പാട് അല്ല ഉണ്ടായിരുന്നത്. നബി ഞങ്ങൾക്ക് എന്ത് കിട്ടിയാലും നബി ഒറ്റക്കൊട്ട് ഉപയോഗിക്കലുമില്ല. സ്വഹാബികൾക്ക് അത് അപ്പം തന്നെ കൊടുത്തു പോകലാണ് നബി തങ്ങളുടെ പതിവ്. അപ്പോൾ എല്ലാ പ്രവാചകന്മാരും അങ്ങനെ തന്നെ ലായക്കുന്ന ത്വഅമ, അവരൊന്നും ഭക്ഷണം കഴിക്കാത്ത ശരീരങ്ങൾ ആയിരുന്നില്ല എന്നാണ് അവരെ കുറിച്ച് പറഞ്ഞത്. എന്നിട്ട് ഇബ്നു കസീർ പറയാം, വലൈസ ദാലിക ബിളാജിൻ ലഹും വലാ നാഖിസിൻ മിൻഹും ശൈആ. അങ്ങനെ അങ്ങാടിയിൽ പോയി കച്ചവടം ചെയ്തു എന്നതോ ഭക്ഷണം കഴിച്ചു എന്നതോ ജോലിക്ക് പോയി എന്നതോ പ്രവാചകന്മാർക്ക് ഒരു കുറവുമല്ല, ഒരു പോരായ്മയുമല്ല. കമാ തവഹമുൽ മുശ്രികൂൻ, മുശ്രിക്കീങ്ങൾ വിചാരിച്ചതുപോലെ. മുശ്രിക്കീങ്ങൾ വിചാരം എന്താണ്? നബിയാണോ പിന്നെ അധ്വാനിക്കൂല, പിന്നെ ജോലി ചെയ്യൂല, ഭക്ഷണം കഴിക്കൂല, അങ്ങാടി പോകൂല എന്നൊക്കെയാണ് മുശ്രിക്കീങ്ങളുടെ ധാരണ. എന്നാൽ അങ്ങനെയൊന്നുമല്ല. കാരണം അവർ പറഞ്ഞു, മാലിഹാദർ റസൂൽ യഅ്കുലു ത്വഅം വയംശി ഫിൽ അസ്വാഖ്, ഇതെന്തു നബിയാണ്, ഭക്ഷണം കഴിക്കുന്നു, അങ്ങാടിക്ക് ഇറങ്ങുന്നു. ലൗലാ ഉൻസില ഇലൈഹി മലക്കുൻ, എന്തുകൊണ്ട് ഈ നബിയുടെ കൂടെ ഇങ്ങനെ ഒരു മലക്ക് നടക്കുന്നില്ല? ഫയകുന മഅഹു നദീറാ, നബി ഇങ്ങനെ പോകുമ്പോൾ നബിയുടെ കൂടെ മലക്കും എല്ലാ സ്ഥലത്തും പോവുക. നബി ആളോട് പറഞ്ഞെടുക്കുമ്പോൾ മലക്ക് സത്യപ്പെടുത്തുക, ഇയാൾ പറഞ്ഞ് ശരിയാണെന്ന് പറയുക. ഔ യുൽഖാ ഇലൈഹി കൻസുൻ, അല്ലെങ്കിൽ എന്താണ് ഇയാൾക്ക് ഇങ്ങനെ ആകാശത്ത് ഒരു നിധി ഇറക്കി കൊടുക്കാത്തത്? ഔ തകൂന ലഹു ജന്നത്തുൻ, അല്ലെങ്കിൽ എന്താ പെട്ടെന്ന് ഒരു തോട്ടം ഉണ്ടായി വരാത്തത്? യഅ്കുലു മിൻഹാ, അതിനിങ്ങനെ തിന്നാൻ പറ്റിയ തോട്ടം, ആ നബിക്ക് ഇങ്ങനെ ഒരു തോട്ടം ഉണ്ടായി വരാം, ഇഷ്ടമുള്ളതിങ്ങനെ പറിച്ച് തിന്നുക. എന്തുകൊണ്ട് അങ്ങനത്തെ അവസ്ഥ ഇയാൾക്ക് ഉണ്ടാകുന്നില്ല എന്നൊക്കെ അവർ ആക്ഷേപിച്ചു. വഖാല അല്ലാലിമൂന ഇൻ തത്തബിഊന ഇല്ലാ റജുലൻ മസ്ഹൂറ, ഇതൊന്നുമില്ല, അതുകൊണ്ട് ഇയാൾ നബിയുമല്ല. പിന്നെ എന്താ ഇയാൾക്ക് പ്രത്യേകത? ഇയാൾക്ക് ആരോ സിഹ്ർ ചെയ്തിട്ട് ആകെ ബുദ്ധിയൊക്കെ മറിഞ്ഞ് ഭ്രാന്തായി എന്തൊക്കെ വിളിച്ചു നടക്കുകയാണ് എന്ന് ആ അക്രമികൾ നബിയെക്കുറിച്ച് പറഞ്ഞു. അപ്പോൾ അതിന് അല്ലാഹു കൊടുക്കുന്ന മറുപടിയാണ്, വമാ ജഅൽനാഹും ജസദൻ ലാ യഅ്കുലുന ത്വഅം, മുമ്പ് വന്ന പ്രവാചകന്മാരൊന്നും ഭക്ഷണം കഴിക്കാത്ത തടികൾ ആയിരുന്നില്ല. വമാ കാനൂ ഖാലിദീൻ, അവരാരും ശാശ്വതരായിട്ടുമില്ല. ദുനിയാവിൽ അവർ എന്നും ജീവിച്ചിട്ടുമില്ല, അവരൊക്കെ ആയുസ് കഴിഞ്ഞപ്പോൾ മരണപ്പെട്ടു പോയിട്ടുമുണ്ട്. മറ്റു മനുഷ്യന്മാരെപ്പോലെ തന്നെ മാനുഷികമായ വിചാരങ്ങൾ പ്രവാചകന്മാർക്കുണ്ട്, നിശ്ചയിക്കപ്പെട്ട ആയുസ് അവർക്കുണ്ട്. ആ ആയുസ് അവസാനിക്കുമ്പോൾ അവരൊക്കെ മരിച്ചു പോവുകയും ചെയ്തിട്ടുണ്ട്. അല്ല, അവരാരും ഇവിടെ നിത്യവാസികൾ ആയിട്ടില്ല. വമാ കാനൂ ഖാലിദീൻ, ദുനിയാവിൽ അവർ നിത്യവാസികളായിട്ടില്ല. ഐ ഫിദ്ദുനിയ ബൽ കാനൂ യഈശൂന സുമ്മ യമൂതൂൻ, അവരൊക്കെ അവർ ജീവിക്കുന്നു, അവർ സമയം കഴിയുമ്പോൾ അവർ വഫാത്തായി പോകുന്നു. അല്ലാഹു ഖുർആനിൽ പറഞ്ഞു, വമാ ജഅൽനാ ലിബശരിൻ മിൻ ഖബ്ലിക്കൽ ഖുൽദ്, നബിയെ താങ്കൾക്ക് മുമ്പ് ഒരാൾക്കും ഒരു മനുഷ്യനും
നാം ഇവിടെ നിത്യവാസം നിശ്ചയിച്ചിട്ടില്ല. ദുനിയാവിൽ വന്നവരൊക്കെ മരിക്കും. ചിലർക്ക് ആയുസ് കൂടും, ചിലർക്ക് ആയുസ് കുറയും എന്ന് മാത്രം. മരണമില്ലാത്ത ആരുമില്ല. പിന്നെ എന്താ പ്രത്യേകത ഉള്ളത്? മാനുഷികമായ വികാരമൊക്കെ ഉണ്ട്. പ്രത്യേകത എന്താണ്? നൂഹി ഇലൈഹിം, അവർക്ക് നാം വഹി നൽകുന്നു എന്ന്. അതാണ് പ്രത്യേകത. വഖാസത്തുഹും അന്നഹും യൂഹാ ഇലൈഹിം മിനല്ലാഹി അസ്സ വജല്ല. അവരുടെ സവിശേഷത എന്നുള്ളത് പടച്ച റബ്ബിൽ നിന്ന് വഹി ലഭിക്കുന്നു. വതതനസ്സലു അലൈഹിമുൽ മലായികതു അനില്ലാഹി ബിമാ യഹ്കുമു ഫീ ഖൽഖിഹി ബിമാ യഅ്മുറു ബിഹി വയൻഹാ അൻഹു. അല്ലാഹു തആല സൃഷ്ടികൾക്ക് നിശ്ചയിച്ച ഹറാം ഹലാലുകൾ, കൽപ്പനാ വിരോധങ്ങൾ, ഇതൊക്കെ അറിയിക്കുവാൻ വേണ്ടി മലക്കുകൾ വരുന്നു. ആ മലക്കുകൾ വഹി നൽകുന്നു, ആ വഹി സ്വീകരിക്കുന്നു. ഇതാണ് പ്രവാചകന്മാർക്കുള്ള സവിശേഷത. അപ്പോൾ അതിന് എന്തെല്ലാം പ്രത്യേകത വേണമോ അതൊക്കെ ഉണ്ടാവും. വഹി ലഭിക്കാൻ, നബിയാവാൻ എന്തെല്ലാം സവിശേഷത ആവശ്യമുണ്ടോ അതെല്ലാം ഉണ്ടാകും. അല്ലാതെ നബിയായ പിന്നെ മനുഷ്യനല്ല എന്നില്ല. നബിമാർ മനുഷ്യന്മാർ തന്നെയാകുന്നു. ثم صدقناهم الوعد فأنجيناهم ومن نشاء وأهلكنا المسرفين. ثم صدقناهم, പിന്നീട് നാം അവർക്കെല്ലാം സത്യപ്പെടുത്തി കൊടുത്തു. അൽ വഅദ, നമ്മുടെ വാഗ്ദാനത്തെ നാം സത്യപ്പെടുത്തി. അഥവാ അവർ വിജയിക്കുമെന്നും എതിരാളികൾ പരാജയപ്പെടുമെന്നും ഒക്കെ അല്ലാഹു തആല നൽകിയ വാഗ്ദാനമാണ്. അല്ലാഹു തആല അവരോട് പറഞ്ഞ പിന്നെ ഓഫറായിരുന്നു, ലയുഹ്ലികന്നല്ലാലിമീൻ, ളാലിമീങ്ങളായ ആളുകളെ അവൻ നശിപ്പിക്കുമെന്ന് അല്ലാഹ് കൊടുത്ത വാഗ്ദാനം ഉണ്ടായിരുന്നു പഴയ മുൻകാല പ്രവാചകന്മാർക്ക്. അത് അല്ലാഹ് അങ്ങനെ തന്നെ നടപ്പാക്കി. പ്രവാചകന്മാർക്ക് വിജയം കിട്ടി. അവസാന വിജയം എല്ലാ സ്ഥലത്തും പ്രവാചകന്മാർക്കാണ് ഉണ്ടായത്. അതാണ് സ്വദഖനാഹും, പിന്നീട് നാം അവർക്ക് സത്യപ്പെടുത്തി അൽ വഅദ, വാഗ്ദാനത്തെ. ഫഅൻജൈനാഹും, അങ്ങനെ നാം അവരെ രക്ഷപ്പെടുത്തി. വമൻ നശാഉ, നാം ഉദ്ദേശിക്കുന്നവരെയും. പ്രവാചകന്മാരെ മാത്രമല്ല, ആ പ്രവാചകന്മാർ അനുയായികൾ, മുഅ്മിനീങ്ങളായ ആളുകൾ, അവരിൽ നിന്ന് ആരൊക്കെ രക്ഷപ്പെടുത്താൻ അല്ലാഹു ഉദ്ദേശിച്ചുവോ അവരെല്ലാം അല്ലാഹു തആല രക്ഷപ്പെടുത്തി. വഅഹ്ലകൽ മുസ്രിഫീൻ, അതിൽ വിട്ട ആളുകളെ, കളവാക്കിയ ആളുകളെ അവരെ നാം നശിപ്പിക്കുകയും ചെയ്തു. ഇതാണ് മുൻകാല ചരിത്രം. മുൻകാല പ്രവാചകന്മാരൊക്കെ ഇങ്ങനെയായിരുന്നു. അവരൊക്കെ മനുഷ്യന്മാരായിരുന്നു. അവരൊക്കെ ഭക്ഷണം കഴിക്കുമായിരുന്നു, അവരൊക്കെ അങ്ങാടികൾ പോകുമായിരുന്നു, കച്ചവടവും മറ്റേർപ്പാടും ചെയ്യുമായിരുന്നു. അവർ കളവാക്കിയ ആളുകൾ അവസാനം നശിപ്പിക്കപ്പെട്ടു. പ്രവാചകന്മാർ രക്ഷപ്പെട്ടു, കൂടെ വിശ്വസിച്ചവരെയും അല്ലാഹു തആല രക്ഷപ്പെടുത്തി. ഇതാണ് മുൻകാല പ്രവാചകന്മാരുടെ മുഴുവൻ ഒരു പൊതുചരിത്രം. അതുകൊണ്ട് ഫസ്അലു അഹ്ല ദിക്ർ ഇൻ കുൻതും ലാ തഅലമൂൻ, നിങ്ങൾക്ക് അറിവില്ല എങ്കിൽ അറിയുന്ന ആ മുൻകാല സമുദായത്തിൽപ്പെട്ട പണ്ഡിതന്മാരൊക്കെ ഉണ്ടാകും, അവരോടൊക്കെ നിങ്ങളൊന്ന് ചോദിച്ചു നോക്കുക എന്നല്ല ഇവർക്ക് കൂടെയുള്ളൊരു വാണിംഗാണ്. ഇതാണ് എല്ലാവർക്കും ഉണ്ടായത്. അതേപോലെ വന്ന പ്രവാചകനാണ് ഈ പ്രവാചകൻ. അവിടെ ഈ പ്രവാചകൻ അങ്ങാടിയിൽ പോയി, ഈ പ്രവാചകൻ ഭക്ഷണം കഴിച്ചു, അതൊന്നും വിമർശനമായി പറയേണ്ടതില്ല. ആ പ്രവാചകൻ പഠിപ്പിച്ച കാര്യങ്ങൾ വഹ്യ് പ്രകാരമാണ്. അത് സ്വീകരിച്ചാൽ രക്ഷപ്പെടാം, ഇല്ലേ അവസാനം നഷ്ടമാണ്, പരാജയമാണ് ഉണ്ടാവുക എന്ന ഓർമ്മപ്പെടുത്തലാണ് റബ്ബ് ഇവിടെ നൽകുന്നത്. ഹദാ വല്ലാഹു അഅലം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وما أرسلنا قبلك إلا رجالا نوحي إليهم فاسألوا أهل الذكر إن كنتم لا تعلمون وما جعلناهم جسدا لا يأكلون الطعام وما كانوا خالدين ثم صدقناهم الوعد فأنجيناهم ومن نشاء وأهلكنا المسرفين. سبحانك اللهم وبحمدك. السلام عليكم.